ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ കോർണർ പ്രൊഫൈൽ വരെ നമ്മൾ സോറി കോർണർ പ്രൊഫൈലില്ല നമ്മൾ സർക്കുലർ കട്ടൗട്ട് വരെ നോക്കി. നമുക്ക് കോർണർ റിലീഫ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ കോർണർ റിലീഫ് യൂസ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ എനിക്കിപ്പം ചെറിയൊരു ബെൻഡ് ചെയ്തൊരു ഷീറ്റ് മെറ്റൽ ഉണ്ടെന്നിരിക്കട്ടെ. ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു ഫുള്ളി ഡിഫൈൻ ആയിട്ട് ഡയമെൻഷൻ ചെയ്ത് ഒരു പാർട്ട് വരയ്ക്കാം. എന്നിട്ട് ഒരു 4 ബോൾ ഓൺ എഡ്ജ് കൊടുക്കുക. ഇങ്ങനെ 4 ബോൾ കൊടുത്തു, എഡ്ജ് നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞാലും ഇതിന്റെ കോർണർ പോർഷൻസ് ഇല്ലേ, ഇതിന്റെ ഈ കോർണർ പോർഷൻസ് അവിടെ ഇപ്പം ഇവിടെ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു റിലീഫ് ഇട്ടിട്ടുണ്ട്. ഇനി അതല്ലാതെ വേറെ റിലീഫ് വരണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റിലീഫ് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ബൈ ഡിഫോൾട്ട് ഒരു റിലീഫ് വന്നിട്ടുണ്ട്. ഇനി അതല്ലാതെ നമുക്കിതിവിടെ കോർണർ റിലീഫ് വന്നിട്ടുണ്ട്. കോർണർ റിലീഫിനകത്ത് പോയിട്ട് ഞാൻ ഈ 2 എഡ്ജുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ 2 എഡ്ജസിനെ എടുത്ത് അവിടെ ഒരു കോർണർ റിലീഫ് ഇട്ട് തരിക. അപ്പോൾ അത് ഏത് ടൈപ്പ് റിലീഫ് വേണമെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുണ്ടാവേ. സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഒരു 6 ഇട്ടിട്ട് സ്ക്വയർ റിലീഫ് ഇട്ടു. ഇനി അതല്ലെങ്കിൽ ഒരു സർക്കുലർ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. യൂസർ പ്രൊഫൈലിൽ നമ്മളായിട്ട് ഒരെണ്ണം വരച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനൊരു സർക്കുലർ ഇട്ട് ഓക്കെ എടുത്ത് ഞാൻ ഓക്കെ അവിടെ ഒരു കോർണർ റിലീഫ് വന്നിട്ടുണ്ടാവും. ഞാനിതിനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് ഒന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ സർക്കുലർ ഷേപ്പുള്ള ഒരു കട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ സ്ക്വയർ ആണ്, അത് കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ കോർണർ റിലീഫിൽ പോവുക, സ്ക്വയർ എടുത്ത് ഇത് ഓക്കെ അവിടെ ഒരു സ്ക്വയർ റിലീഫ് കട്ട് വന്നു. ഓക്കെ, ഇനി യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. യൂസർ പ്രൊഫൈലിനകത്ത് കോർണർ റിലീഫിനകത്ത് പോവുക, യൂസർ പ്രൊഫൈൽ എടുക്കുക, എന്നിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ഫേസ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫൈൽ നമുക്ക് വരച്ചെടുക്കാം. ഇവിടെ സപ്പോർട്ട്, ഈ സപ്പോർട്ട് 1, ഇത് രണ്ടാമത്തെ സപ്പോർട്ട്, ഇത് അതാണ് കോർണർ റിലീഫ്. കോർണർ റിലീഫ് ഇട്ട് കഴിഞ്ഞാലാണ് ചില ബെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ബെൻഡ് ആവുള്ളൂ. അവിടെ ഇന്റർസെക്ട് ചെയ്യാതൊക്കെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കോർണർ റിലീഫ്. അത് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി വരുന്നത് കട്ടിങ് ആൻഡ് സ്റ്റാമ്പിങ്ങിനകത്ത് അടുത്ത ടൂളാണ് കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കോർണർ ഒന്നുമില്ല, ഇപ്പോൾ ഇതേപോലത്തെ കോർണർ പോയിന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു റേഡിയസ് ഇട്ടുള്ളൂ. ഇതിനകത്ത് തന്നെ ചാംഫർ പോയിട്ട് ഈ എഡ്ജ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചാംഫർ ഇടാം. അത് ചാംഫറിന്റെ ടൈപ്പ് ഇവിടെ ലെങ്ത് പറഞ്ഞു കൊടുത്ത് ഒരു ലെങ്ത്, രണ്ടാമത്തെ ഇനി വരുന്നതാണ് ഇവിടെ മൊത്തം ഏറെക്കുറെ എല്ലാം കട്ടിങ് ഓപ്പറേഷൻസ് ആയിരുന്നു. ഇനി വരുന്നതാണ് സ്റ്റാമ്പിങ് ടൂൾസ്. ഇതുണ്ടോ, ഈ സെറ്റ് ഓഫ് ടൂൾസ് മൊത്തം സ്റ്റാമ്പിങ്ങിന് വേണ്ടിയുള്ള ടൂൾസാണ് കാറ്റിക്കകത്ത്. അതിനകത്ത് ആദ്യം വരുന്നൊരു ടൂള് നമുക്ക് സർഫസ് സ്റ്റാമ്പ് എന്ന് പറയും. അതിന് നമുക്ക് വേണ്ടത് ഒരു ഞാൻ നോക്കി ഇവിടെ പ്രൊഫൈൽ ചോദിക്കുന്നുണ്ട്. പ്രൊഫൈലായിട്ട് ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു
ഇവിടെ ഒരു പ്ലെയിനിൽ പോയിട്ട് ഒന്ന് സ്കെച്ച് കൊടുത്ത്, ഇവിടെ പോയി ഒരു സ്കെച്ച് കൊടുത്ത്, ഈ ഒരു ഫേസ് എടുത്തില്ല, അതിന് പകരം ഞാൻ ഈ ഫേസ് പറഞ്ഞു കൊടുത്തു. ആ ഒരു ഫേസിൽ ഒരു സ്കെച്ച് കൊടുത്തിട്ട് സ്റ്റാമ്പിങ്ങിനകത്ത് ഇവിടെ സർഫസ് സ്റ്റാമ്പ് ഉണ്ട്, അതെടുത്തിട്ട് ഈ ഒരു പ്രൊഫൈൽ പറഞ്ഞു കൊടുക്കാം. ആ പ്രൊഫൈൽ പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റാമ്പിങ് ക്രിയേറ്റ് ചെയ്യും, പഞ്ച് ക്രിയേറ്റ് ചെയ്യും. അതിവിടെ അപ്ലോഡ് വേണോ ഡൗൺലോഡ് വേണോ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ കാണുന്ന പാരാമീറ്റേഴ്സ്, ഇവിടെ ഹൈറ്റ്, ഈ ഇന്നർ റേഡിയസ്, ഈ ഔട്ടർ റേഡിയസ്, പിന്നെ ഇവിടുത്തെ ആംഗിൾ, ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത്. ഹൈറ്റ്, പിന്നെ ഇതിന്റെ ആംഗിൾ, ഇതിന്റെ റേഡിയസ്. ഇങ്ങനെ സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യും. നമുക്കിവിടെ ഡൈനാമിക് സെക്ഷനോ, ഡൈനാമിക് സെക്ഷൻ അല്ലെങ്കിൽ നമുക്കിവിടെ കട്ട് പാർട്ട് ബൈ സ്കെച്ച് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെച്ച് കൊടുത്തു കഴിയാൻ നേരത്ത് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സ്കെച്ചിനകത്ത്, വിഷ്വലൈസേഷൻസിനകത്ത് ഇവിടെ കട്ട് പാർട്ട് ബൈ സ്കെച്ച് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് പ്ലെയിനാണോ സ്കെച്ച് ചെയ്യുന്നത് ആ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് തരും. ഈ ഒരു പ്ലെയിൻ ഞാൻ സ്കെച്ച് കൊടുത്തു, കട്ട് പാർട്ട് ബൈ സ്കെച്ച് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ്റെ അകത്ത് കട്ട് പാർട്ട് ബൈ സ്കെച്ച് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കട്ട് സെക്ഷൻ കാണിച്ചു തരും. കാണാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ എടുത്ത് ഇവിടെ ഇവിടെ കട്ട് ചെയ്യുന്നത് ഡൈനാമിക് ആയിട്ടുള്ള സെക്ഷൻ അല്ല, നമ്മൾ വരയ്ക്കുന്ന പ്ലെയിൻ ഏതാണോ ആ പ്ലെയിനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ്. എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റാമ്പിങ് ഓപ്പറേഷൻസ് അകത്ത് വരുന്ന സർഫസ് സ്റ്റാമ്പ്. പിന്നെ നമുക്ക് അതിന് ബീഡ് എന്ന് പറയും. ഇവിടെ തൊട്ടുള്ളത് അടുത്ത വീഡിയോയിൽ തരാം.